ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൃഷ്ടിസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു വളകാപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വളകാപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോറാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് കുറച്ച് ലേറ്റായിട്ടാണ്, നമ്മളിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് എനിക്ക് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പരിപാടി ഇത് നടക്കുമോ ഇല്ല, അങ്ങനത്തെ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഇപ്പോൾ ഒരു വലിയ കുഴപ്പമില്ലാത്തത് തോന്നിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 36 വീക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനധികം ടൈമില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് നമ്മൾ കേട്ടോ. ലാസ്റ്റ് എന്താ പറയുക 2 ഡേയ്സ് കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വളകാപ്പ് പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ സ്നേഹതീരം ബീച്ചിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഈ സ്പോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോർമലി എല്ലായിടത്തും ചെയ്യുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു വാഴയിലയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മുടെ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റി ഒരു ട്രഡീഷണൽ ആയിട്ടൊരു സ്റ്റേജാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഫൈനൽ ലുക്ക് നമുക്ക് വൈകുന്നേരം കാണാം കൈസ്. അപ്പോൾ നമ്മുടെ പരിപാടി വൈകുന്നേരം അല്ല നൈറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചേച്ചിയെ കൂടെ വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ടൈമിൽ എൻ്റെ ഫേസ് വല്ലാണ്ട് ഡള്ളായി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്ന കാരണമാണ് നമ്മളൊരാളെ സെറ്റ് ചെയ്ത് റെഡി ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ലുക്ക് റെഡി ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ലാസ്റ്റ് പെട്ടെന്നാണ് നമ്മുടെ ഈ ഒരു തീരുമാനം മുറുകിയത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുത്ത ഡ്രസ്സുകളാണ് കേട്ടോ. എന്നാലും നമ്മുടെ പരിപാടിക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ബീച്ചിൽ തന്നെ ഒരു ഫോട്ടോ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങളെല്ലാവരും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈറ്റൊക്കെ പോയി, നമ്മുടെ സൂര്യനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്കിലും കുറച്ച് ക്ലിപ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ടത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ക്ലിപ്സൊന്നും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. എന്നാലും എടുത്തതൊക്കെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ കൂടിപ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മുടെ ലൈറ്റും പോയി, നമ്മുടെ ഇവിടുത്തെ ക്ലിപ്സ് എടുക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ടൊക്കെ അവിടെ വളരെ ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ഒരു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ നന്നായിട്ട് തന്നെ അവർ നമ്മുടെ ചേട്ടൻ്റെ ടീംസ് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ ഇത് ഫസ്റ്റ് ടൈം എന്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ഇത് കണ്ടിട്ടുള്ളത് എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മുടെ ഈ ഒരു വളകാപ്പ് സെറ്റപ്പ് മനസ്സിലൊക്കെ ഒരു ആശയം വന്നതല്ലാണ്ട് നമ്മുടെ ഈ ഒരു സൈഡിലൊന്നും അങ്ങനെ അധികം ചടങ്ങൊന്നും നടന്ന് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം വളരെ നന്നായിട്ട് തന്നെ വളരെ കുറച്ച് പേരുണ്ടെങ്കിലും വളരെ സൂപ്പറായിട്ട് നമ്മുടെ പരിപാടി നടന്നു. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. തട്ടിക്കൂട്ടാണെങ്കിലും തട്ടിക്കൂട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ ചടങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ കുറച്ച് ചടങ്ങുകളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വളകാപ്പ് ബന്ധപ്പെട്ട് കുറച്ച് ചടങ്ങുകളുണ്ടല്ലോ, അതാണ് ഇപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത്.
പിന്നെ ഗായ്സ് എടുത്ത് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഫംഗ്ഷനിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഓർണമെൻറ്റ്സ് ആട്ടോ. നോർമലി നമ്മളെല്ലാം എടുക്കുന്നത് തൃശ്ശൂർ പോകണം. അപ്പോൾ നമ്മുടെ തളിക്കുളത്ത് തന്നെ ഒരു പുതിയൊരു ഷോപ്പ് വന്നിട്ട് ക്രിസ്റ്റൽ എലഗൻസ് എന്നാട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ വാട്സപ്പ് വഴിയാണെങ്കിലും ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യുക പോയിട്ടാണെങ്കിൽ അങ്ങനെ പിന്നെ എക്സ്ട്രാ അവിടെ ഇല്ലാത്ത വല്ലതാണെങ്കിൽ പോലും അവർ എത്തിച്ച് തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടുള്ള ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പമാണ് തൃശ്ശൂർക്ക് പോകാണ്ട് ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഫുഡിൻ്റെ ഒരു സെക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി ഒന്നല്ല കേട്ടോ, ഒരു തമിഴ്നാട് ബേസ് ബിരിയാണിയാണ് ചേട്ടൻ ഇവിടെ ഇപ്പം ഇറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറി ഫ്രീ ആയിട്ട്, നമുക്കൊരു അസ്വസ്ഥത നോർമലി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളല്ല ഞാൻ ആ ഡ്രസ്സ് അപ്പം തന്നെ അത് മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സീമന്തത്തിൻ്റെ കുറച്ച് പ്രോപ്സൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ തട്ടിക്കൂട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതും ഇതിനൊപ്പം നടന്നതിൽ സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമെന്ന് വിചാരിച്ചല്ല, എങ്കിലും എല്ലാവരും കൂടെ നിന്ന് സഹകരിച്ചത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റി. പിന്നെ നൈറ്റ് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാൻ നിന്നില്ല, നൈറ്റ് അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരം വെളുത്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്താ പറയുക, ഇനി നമ്മുടെ അടുത്ത വിശേഷങ്ങളൊക്കെ ഏറ്റ് വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.